കാര്യം പോലീസിന്റെ ഉന്നതതല യോഗം കൂടി ഇന്ന് ചേരുന്നുണ്ട്. വിനോദ് തുടരുക. പോലീസിന്റെ ഉന്നതതല യോഗം ഇന്നുണ്ട്. സംസ്ഥാനത്ത് ക്രമസമാധാന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. സംസ്ഥാന പോലീസ് മേധാവിയുടെ അധ്യക്ഷതയിലാണ് യോഗം. വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇത് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലോ സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലോ മറ്റോ ആണോ ഈ റെഗുലറായി ചേരുന്ന ഒരു യോഗം എന്നതിനപ്പുറം മറ്റെന്ത് പ്രാധാന്യം കൽപ്പിക്കണം ഈ പോലീസിന്റെ യോഗത്തിന്? നമുക്ക് 3 മാസത്തിലൊരിക്കൽ ഇത്തരത്തിലുള്ളൊരു റിവ്യൂ മീറ്റിംഗ് ഉണ്ട്. പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത്. ഇന്നും സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് പർവേസ് സാഹിബിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. 10 മണിക്ക് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലോ ആൻഡ് ഓർഡർ ADGP, ഇന്റലിജൻസ് ADGP, ക്രൈംബ്രാഞ്ച് മേധാവി തുടങ്ങി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ യോഗത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഗുണ്ടാ വിളയാട്ടം, നമ്മൾ എറണാകുളത്തെ കാര്യം, കൊച്ചിയിലെ കാര്യങ്ങൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. തുടർച്ചയായി ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. ഇവരുടെ സംഘങ്ങൾ കൊട്ടേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവരം, ഇവർക്ക് ഗൾഫിലുള്ള ബന്ധം, വ്യവസായികളുമായുള്ള ബന്ധം, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ നാട്ടിൽ കൊട്ടേഷൻ നൽകി പിന്നീട് ദീർഘകാലമായി ഗൾഫിൽ കടന്ന് അവിടെ തുടരുന്ന ആളുകൾ, അവരുടെ ഫോൺ സംഭാഷണങ്ങൾ, പോർവിളികൾ, ഇതെല്ലാം തന്നെ പുറത്തു വന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോ ന്യൂസ് 18 വഴിയാണ് പുറത്തു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ വ്യാപകമായി പരിശോധന നടത്തുകയും ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും സംസ്ഥാന വ്യാപകമായി തന്നെ ഇത് വ്യാപിപ്പിച്ച് അറസ്റ്റുകളിലേക്ക്, കാപ്പ ചുമത്തുന്ന നടപടികളിലേക്ക് പോയിരുന്നു. ഒരു ഡിവൈഎസ്പി തന്നെ ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നുകാരനായി എത്തുന്ന നില വിരമിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴായിരുന്നു ഡിവൈഎസ്പി സാബു ഇത്തരത്തിൽ ഗുണ്ട നേതാവിന്റെ വീട്ടിലേക്ക് എത്തിയത്. പിന്നെ സാബുവിനെ സസ്പെൻഡ് ചെയ്യുന്ന കാഴ്ചയുണ്ടായി. സാബുവിന്റെ വിരമിക്കൽ സമ്മേളനത്തിന് വേണ്ടി കെട്ടിയ പന്തൽ പൊളിച്ചു മാറ്റുന്നതടക്കമുള്ള കാഴ്ചകൾ പുറത്തുവരികയും ചെയ്തു. മറ്റൊന്ന്, പോലീസിലെ ആത്മഹത്യയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 5 പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത്. ജോലിഭാരം തന്നെയാണ്. പലപ്പോഴും ജോലിഭാരം പോലീസുകാരെ ഈ നിലയിലേക്ക് തള്ളിവിടുന്നു. മാത്രവുമല്ല, ഇവർക്ക് ഉള്ള പ്രശ്നങ്ങൾ, ചിലർ ഡിപ്രഷൻ പോലുള്ള അവസ്ഥയ്ക്ക് അടിപ്പെടുകയും ചികിത്സ നടത്തുകയും കുടുംബ പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യുകയും ചെയ്തവരുണ്ട്. അങ്ങനെ പലവിധ കാരണങ്ങളുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഉയർന്നു വരുന്നൊരു പ്രശ്നം ഈ അമിതമായ ജോലിഭാരം, മേലധികാരികളുടെ പീഡനം തുടങ്ങിയ കാര്യങ്ങളാണ്. മാത്രവുമല്ല, 2 SI-മാർ അവരുടെ തസ്തിക മാറ്റി, ഒരാൾ ഹവിൽദാറായും മറ്റൊരാൾ ക്ലർക്കായും മാറിപ്പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ 2 പേരും ഇതുവരെയും എന്തുകൊണ്ട് തങ്ങൾ അങ്ങനെ ആ തസ്തിക SI തസ്തികയിൽ നിന്ന് മാറി എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അവരുടെ സഹപ്രവർത്തകർ പറയുന്നത് ജോലിഭാരം തന്നെയാണ്, മാനസികമായ സംഘർഷം. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ യോഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസുകാർക്കിടയിൽ വ്യാപകമാക്കുന്നതിനും ഇവരുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിന് കൌൺസലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. പലയിടങ്ങളിലായി നടക്കുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണതോതിൽ ഫലപ്രാപ്തിയിലെത്തിയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ഒരുപക്ഷെ ഈ വിഷയവും ഉയർന്നു വന്നേക്കാം. രഞ്ജിത്ത്. ശരി, വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.